നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിനി വരാൻ പോകുന്ന എക്സാംസ് ഏതാണെങ്കിലും എക്കണോമിക്സ് നിങ്ങളുടെ സിലബസിലുണ്ടെങ്കിൽ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതൊരു SCERT ചാപ്റ്ററാണ്, പുതിയ SCERTയിലുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ഇതാണ്, ബജറ്റ് വികസനത്തിന് നേർരേഖ. ബജറ്റ് എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ സിലബസിൽ എക്കണോമിക്സിൽ ബജറ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ബജറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കോൺസെപ്റ്റ്സും പഠിച്ചെടുക്കാം. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേട്ടിരിക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളുടെ കമൻറ്റ് സെഷനിൽ ചില റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എക്കണോമിക്സിൻ്റെ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ട്, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ എക്കണോമിക്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ആണ്, ബജറ്റ് വികസനത്തിന് നേർരേഖ. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ കുടുംബ ചെലവിനെ പറ്റി പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുടുംബ ചെലവെന്ന് പറഞ്ഞാൽ എന്താ? ഓരോ കുടുംബങ്ങൾക്കും ഭക്ഷണ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ ഭക്ഷ്യേതര ഉപയോഗത്തിലൊക്കെ ആയിട്ട് നമ്മൾ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു നിശ്ചിത കാലയളവിൽ നമ്മൾ ചിലവഴിക്കുന്ന തുകേനെയാണ് കുടുംബ ചെലവെന്ന് പറഞ്ഞത്. എന്താണ് ഒരു കുടുംബത്തിൻ്റെ ചെലവ്? ഭക്ഷ്യ ആവശ്യങ്ങൾക്കും ഭക്ഷ്യേതര ആവശ്യങ്ങൾക്കുമായിട്ട് ഒരു നിശ്ചിത കാലഘട്ടത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഒരു മാസത്തെ ചിലവ് അല്ലെങ്കിൽ ഒരു വർഷത്തെ ചിലവ്, അതാണ് നമ്മുടെ കുടുംബ ചെലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ കുടുംബ ചെലവിനെ രണ്ടായിട്ട് തിരിക്കാം. അത് പ്രതീക്ഷിത ചെലവും അപ്രതീക്ഷിത ചെലവും. പേര് തന്നെ ഉണ്ടല്ലോ, പ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഈ മാസം ഇത്രയായിരിക്കും ചിലവ് വരുന്നത്, ഈ മാസത്തെ ചിലവ് ഇത്രയായിരിക്കും, അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രതിമാസം അല്ലെങ്കിൽ പ്രതിവർഷം ഇതായിരിക്കും എന്ന് നമ്മൾ കരുതുന്നതാണ് പ്രതീക്ഷിത ചിലവെന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാൽ അപ്രതീക്ഷിത ചിലവ് എന്താ? നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ പെട്ടെന്നായിരിക്കും ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്നു അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റാത്ത പ്രതീക്ഷിക്കാത്ത ചിലവ് വരും. അതാണ് അപ്രതീക്ഷിത ചിലവെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ള ചിലവ് അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല്, നമ്മൾ ഡെയിലി വാങ്ങുന്ന സാധനങ്ങൾ, നമ്മുടെ ഫോൺ ബില്ല്, പത്രം, പിന്നെ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടവ്, ഇതൊക്കെ നമ്മുടെ പ്രതീക്ഷിത ചിലവായിരിക്കും. എന്നാൽ അപ്രതീക്ഷിത ചിലവിലാണ് ഇപ്പോൾ മാർക്കറ്റിൽ സാധനത്തിൻ്റെ വില കൂടി, അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴേക്കും ഇത്ര രൂപ വ്യത്യാസം വന്നു, അത് അപ്രതീക്ഷിത ചിലവാണ് അല്ലേ. ഇപ്പോൾ രോഗം വന്നു, ഹോസ്പിറ്റലിൽ പോകുന്നു, അല്ലെങ്കിൽ അപകടം, മഹാമാരി, മരണം, ഇതൊക്കെയാണ് അപ്രതീക്ഷിത ചിലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി കുടുംബ വരുമാനം എന്താണ്? നമ്മുടെ ഇൻകമാണ് അല്ലേ, നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ 4 പേരുണ്ട്, ഒരാൾ ജോലിക്ക് പോകുന്നുണ്ട്, ഒരാൾ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല പല രീതിയിലാണ് പല ആളുകൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ പല മെത്തേഡ്സിലാണെങ്കിൽ ഓരോന്നിൽ നിന്നും അവർക്ക് വരുമാനം കിട്ടുന്നു. ഇപ്പോൾ ഒരു ഷോപ്പ് റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, ആ റെൻറ്റിന് വരുമാനം കിട്ടും അല്ലേ. അപ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് ഇങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും കിട്ടുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സേവിങ്സ് ചെയ്യാം. നമുക്ക് അതിനകത്ത് സമ്പാദ്യശീലം വളർത്താം. അതുപോലെ ഇപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചിലവ് വരുമ്പോൾ അതിന് പൈസ അന്വേഷിച്ച് പോകേണ്ട, നമുക്ക് കാര്യക്ഷമമായിട്ട് നമ്മുടെ വരുമാനം ഉപയോഗിച്ച് അതിനൊക്കെ നമുക്ക് ആ പണം ഉപകരിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിത നിലവാരം ഉയർത്താനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ വരുമാനം നമ്മൾ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ. അപ്പോൾ വരവെന്താണ്, ചിലവെന്താണ്, കുടുംബത്തിൻ്റെ കേസ് നമ്മൾ മനസ്സിലാക്കി. ഇനി ബജറ്റ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിലെ ഈ പ്രതീക്ഷിത വരവും ചിലവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തയ്യാറാക്കുന്ന ഒരു ധനരേഖയാണ് ബജറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബജറ്റ് എന്താണ്? സിംപിളി ഒരു കുടുംബത്തിൻ്റെ ബജറ്റ് എന്ന് പറഞ്ഞ ഒരു ധനരേഖയാണ്. അതിലെന്തൊക്കെ കാണും? വരുമാനവും ചിലവും, ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് ലഭിക്കുന്ന വരുമാനവും അതുപോലെ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത ചിലവും അല്ലേ. പ്രതീക്ഷിത വരവും പ്രതീക്ഷിത ചിലവുമാണ്. വരുമാനം അഥവാ വരവ്, പ്രതീക്ഷിത വരവും പ്രതീക്ഷിത ചിലവും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ധനരേഖേനെയാണ് എന്ത് വിളിക്കുന്നത്? കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഓരോ ചിലപ്പോൾ പ്രതിമാസം അല്ലെങ്കിൽ ഒരു വർഷത്തിലെ ഈ ബജറ്റിൽ അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും, വ്യത്യാസം വന്നെന്നിരിക്കും അല്ലേ. അപ്പോൾ ഒരു ബജറ്റ് തയ്യാറാക്കുന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടുമായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കുകയാണ്, അടുത്തൊരു വർഷം നമുക്ക് ഇതായിരിക്കും നമ്മുടെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകം, അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റഡ് ചിലവ് ഇതാണ്, അപ്പോൾ നമുക്ക് ഇത്ര സേവ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ധനരേഖ തയ്യാറാക്കുകയാണ് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിട്ട്. കൃത്യമായിട്ടുള്ളൊരു ഈ ഒരു ഇടവേളകളിൽ ഈ ഒരു ബജറ്റ് നമ്മളിങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊക്കെയാണോ നമ്മൾ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും ഒക്കെ കൈവരിക്കാനായിട്ട് കഴിയും. എപ്പോഴെങ്കിലും ഈ വരവ് ചിലവിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? വരവ് ചിലവിനേക്കാളും കൂടുന്നു അല്ലെങ്കിൽ വരവും ചിലവും ഈക്വൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തു പറ്റും? അപ്പോഴാണ് കുടുംബ ബജറ്റ് എന്ന് പറഞ്ഞ സംഭവം സുസ്ഥിരമാകുന്നത്. എപ്പോഴാണ്? വരവ് ചിലവിനേക്കാളും കൂടുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്മുടെ വരവ് ചിലവിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോഴാണ് അറ്റ്ലീസ്റ്റ് അത് ഈക്വലെങ്കിലും ആവുകയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഒരു ഭദ്രത അല്ലെങ്കിൽ കുടുംബ ബജറ്റ് സുസ്ഥിരമായിരിക്കും. നേരെ തിരിച്ചാണെങ്കിലോ,
ചിലവ് കൂടിക്കഴിഞ്ഞാലാണ് നമ്മൾ കടത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന പല പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ടാക്സ് പെട്ടെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ പോകും. അപ്പോൾ പ്രകൃതി ദുരന്തവും മഹാമാരിയൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രതീക്ഷിക്കാതെ വില വർധനവ് വന്നു കഴിഞ്ഞാൽ, ബില്ല് ഇപ്പോൾ കറണ്ട് ബില്ലിൻ്റെ ആ ഒരു സ്ലാബ് കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യുദ്ധമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ബജറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ഇതൊക്കെ ബജറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ കുടുംബച്ചെലവ് കുറയ്ക്കണം എന്ന് ചോദിച്ചാൽ, പ്രാദേശികമായിട്ട് ലഭിക്കുന്ന വിഭവങ്ങൾ നമ്മുടെ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക, നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായിട്ട് കൃഷി ചെയ്യുക, അല്ലേ? അപ്പോൾ നമ്മൾ ചികിത്സയ്ക്കൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നു, ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ നമ്മൾ വിദ്യാഭ്യാസം ചെയ്യിച്ചാൽ നമുക്ക് ചിലവ് കുറവായിരിക്കും. പൊതുവിതരണ സംവിധാനം, അതുപോലെ ഇപ്പോൾ മാർജിൻ ഫ്രീ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ചൂസ് ചെയ്ത് നമുക്ക് കുറച്ച് ചിലവ് കുറയ്ക്കാൻ പറ്റും, അല്ലേ? പരമാവധി വീട്ടു സാധനങ്ങൾ ഒരുമിച്ച് മന്ത്ലിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലവ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഇങ്ങനെ ബജറ്റ് ഈ ചിലവ് കുറച്ചുകൊണ്ട് വരവ് കൂട്ടി കൃത്യമായിട്ട് വെച്ചാൽ ആ ബജറ്റ് നല്ലൊരു ബജറ്റായിരിക്കും, സുസ്ഥിര ബജറ്റായിരിക്കും അത്. അപ്പോൾ അങ്ങനെ ഒരു ബജറ്റ് കൊണ്ടുള്ള നേട്ടം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ വരുമാന സ്രോതസ്സുകളാണ് നമുക്ക് വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചിലവായി പോകുന്നത്. വരവിനനുസരിച്ച് നമുക്ക് ചിലവ് മാനേജ് ചെയ്യാനും ഒരു സമ്പാദ്യശീലം വളർത്താനും, അല്ലേ? നമുക്ക് എക്സ്ട്രാ എക്സ്പെൻസ് എവിടെയാണോ വന്നത് അത് തിരിച്ചറിഞ്ഞ് നമുക്കതിനൊന്ന് കൺട്രോൾ ചെയ്യാനും സാമ്പത്തിക അഭിവൃദ്ധി ക്ഷേമമൊക്കെ വർദ്ധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്ത് ചെയ്താൽ? ഈ ബജറ്റിനെ ഒന്ന് അനലൈസ് ചെയ്താൽ. ഇത്രയും നമ്മൾ പറഞ്ഞ ഒരു കുടുംബത്തിനെ ബേസ് ചെയ്തിട്ടാണ്. സെയിം കുടുംബം മാറ്റി നമ്മുടെ രാജ്യമാക്കി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ബജറ്റാണ്. അപ്പോൾ ബജറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടാനാണ് ഇത് ഇത്രയും ഇൻട്രൊഡക്ഷനകത്ത് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വരവും ചെലവും തമ്മിൽ നമ്മൾ നോക്കിയിട്ട് ഇത് രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ധനരേഖയാണ് ബജറ്റ്. ബജറ്റ് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്നാണ് വരവ്, എവിടേക്കാണ് നമ്മുടെ ചിലവ് പോകുന്നത്, അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ ചിലവ് കുറയ്ക്കാം, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട്, നമ്മുടെ സമ്പാദ്യശീലം വളർത്താനായിട്ട്, സാമ്പത്തിക ക്ഷേമം, സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട്, സ്വാശ്രയ ബോധം ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ ബജറ്റ് നമ്മളെ സഹായിക്കും. ഓക്കെ, ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ, ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അത് നമ്മുടെ ഒരു കുടുംബം അല്ല, അത് പൊതുവായി, അല്ലേ? അപ്പോൾ അവിടെ പൊതുചെലവും അതുപോലെ തന്നെ പൊതുവരവുമായി. പൊതുചെലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുചെലവ് നമ്മുടെ ഗവൺമെൻറ് വികസനേതര ആവശ്യങ്ങൾക്കായിട്ട്, പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവ് എന്ന് പറഞ്ഞത്. പൊതുചെലവ് എന്ന് പറഞ്ഞാൽ ആര് ചിലവാക്കുന്നതാണ്? സർക്കാർ ചിലവാക്കുന്നതാണ്. സർക്കാർ എന്തിനാണ് പണം ചിലവാക്കുന്നത്? രണ്ട് പർപ്പസാണ്. ചിലപ്പോൾ വികസന ഉദ്ദേശത്തിനായിരിക്കും, വികസനം അല്ലെങ്കിൽ വികസനേതരം. ഓക്കെ, വികസനേതര ആവശ്യങ്ങൾക്കായിട്ട് സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതുചെലവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി വിപുലമാകുന്ന അനുസരിച്ച് പൊതുചെലവ് കൂടിക്കൊണ്ടിരിക്കും. സർക്കാർ എങ്ങനെയൊക്കെയാണ് പണം ചിലവാക്കുന്നത്? ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിന് എന്ത് കൊടുക്കുന്നുണ്ട്? ശമ്പളം കൊടുക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ എന്താണ്? വരവാണോ ചെലവാണോ? ചിലവാണ്. അതുപോലെ ഇപ്പോൾ സർക്കാർ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ പണം കടമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാങ്കിൽ നിന്നൊക്കെ പണം കടമെടുത്തിട്ടുണ്ടെങ്കിൽ പലിശ കൊടുക്കണോ? അത് സർക്കാരിൻ്റെ എന്താണ്? പൊതുചെലവിൽ വരുന്നതാണ്. അതുപോലെ സർക്കാർ ഇപ്പോൾ പ്രതിരോധം, ഡിഫൻസിന് വേണ്ടിയിട്ട്, അല്ലേ? നമുക്കിപ്പോൾ യുദ്ധമോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴേക്കും അപ്പോൾ പുതിയ ആയുധങ്ങൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള, അല്ല, പുതിയ യുദ്ധത്തിനെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സിസ്റ്റംസ് തയ്യാറാക്കുമ്പോൾ അതിനൊക്കെ പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? പ്രതിരോധ ചെലവുകളിൽ വരുന്നതാണ് സർക്കാരിൻ്റെ. പിന്നെ ഇപ്പോൾ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ, അല്ലേ? സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായിട്ട് സർക്കാർ പണം ചെലവഴിക്കുന്നുണ്ട്. അത് സർക്കാരിൻ്റെ എന്തിൽ വരുന്നതാണ്? ഇപ്പോൾ ഒരു പദ്ധതി വന്നിട്ട് ഇത്ര ശതമാനം സെൻറ്ററാണ് അതിൻ്റെ ഫണ്ട് സ്പോൺസർ ചെയ്യുന്നത്. ഇപ്പോൾ വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷ, ഇപ്പോൾ ഇൻഷുറൻസ്, ഓരോ ഫസൽ ബീമാ യോജന, അങ്ങനെ പല പല ഗ്രാൻഡായിട്ടും ഒക്കെ സർക്കാർ പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് കൊടുക്കുന്ന പൈസ സർക്കാരിൻ്റെ ചിലവാണ്. അതുപോലെ ആരോഗ്യ രംഗത്ത് സർക്കാർ പണം സ്പെൻഡ് ചെയ്യുന്നു. പരിസ്ഥിതി സംരക്ഷണം, ഓക്കെ, ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം, വിമാനത്താവള നിർമ്മാണം, ഊർജ്ജോൽപാദനം, വിമാനത്താവളത്തിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ ഊർജ്ജോൽപാദനം, എനർജി പ്രൊഡക്ഷൻ, ഊർജ്ജോൽപാദനം. ഓക്കെ, ഇതൊക്കെ എന്താണ്? സർക്കാരിൻ്റെ ചിലവുകളിൽ വരുന്നതാണ്, പൊതുചെലവിൽ വരുന്നതാണ് ഊർജ്ജോൽപാദനം. പിന്നെ പൊതുവിതരണ സംവിധാനം മെച്ചപ്പെടുത്താനായിട്ട് സർക്കാർ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ, അല്ലേ? പൊതുവിതരണ സംവിധാനമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സർക്കാർ ധനം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സർക്കാരിൻ്റെ ചിലവാണ്. അപ്പോൾ സർക്കാരിന് എന്തിനാണ് ഇത്രമാത്രം ചിലവെന്ന് ചോദിച്ചാൽ സർക്കാരിന് ചിലവോട് ചിലവാണ്, അല്ലേ? സർക്കാരിന് എന്തൊക്കെ ചിലവുണ്ട്? സർക്കാർ ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലാതെ വികസനേതര കാര്യങ്ങൾക്കും പണം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പലിശ കൊടുത്തേ പറ്റുള്ളൂ. ഗവൺമെൻറ് എംപ്ലോയീസിന് സാലറി കൊടുക്കണം. പിന്നെ നമ്മുടെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യുദ്ധവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചിലവുകളുണ്ട്.
സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുണ്ട്, ആരോഗ്യ പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, വിമാനത്താവള നിർമ്മാണം, ഊർജ്ജോൽപാദനമൊക്കെ സർക്കാരിൻ്റെ ചിലവിൽ വരുന്നു. പൊതുവിതരണ സംവിധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ സർക്കാരിൻ്റെ ചിലവിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സർക്കാർ ഈ ധനം ഉപയോഗിച്ചിട്ട് എന്തെല്ലാം ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്? ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് പറയുന്നല്ലോ, ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട്. എന്തൊക്കെയാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ സർക്കാരിൻ്റെ? ഇപ്പോൾ ദേശീയപാത വികസനം അല്ലേ, ജനങ്ങളാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് റോഡ്, നാഷണൽ ഹൈവേ, അതിൻ്റെ വികസനം സർക്കാർ ക്ഷേമത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഇപ്പോൾ സാമൂഹിക സുരക്ഷ പെൻഷൻ കൊടുക്കുന്നത് അല്ലേ, സർക്കാർ കൊടുക്കുന്നതാണ്. സാമൂഹിക ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ എന്ന് പറഞ്ഞത്. ദേശീയപാത നിർമ്മാണം, സാമൂഹിക സുരക്ഷാ പെൻഷൻ, പിന്നെ വിവിധതരം കുടിവെള്ള പദ്ധതികൾ, ഗ്യാസ് വിതരണം അല്ലെ, കുടിവെള്ളം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ, അതുപോലെ ഗ്യാസ് വിതരണം, ഇതൊക്കെ സർക്കാരിൻ്റെ ചിലവ് തന്നെയാണ്. ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ സർക്കാരിൻ്റെ ചിലവാണ്. ഇതെന്തിൽ വരുന്നതാണ്? ഇതൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ ദേശീയപാത നിർമ്മാണം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, കുടിവെള്ള വിതരണം, അതുപോലെ തന്നെ ഗ്യാസ് വിതരണ പദ്ധതികളൊക്കെ. അപ്പോൾ സർക്കാരിൻ്റെ ഈ ചെലവിനെ നമുക്കപ്പോൾ രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെയൊക്കെ തിരിക്കാം? വികസന ചെലവുകളും വികസനേതര ചെലവുകളും. വികസന ചെലവിൻ്റെ ഇംഗ്ലീഷ് എന്താ? വികസന ചെലവെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ. ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ് വികസന ചെലവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നോൺ ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ് എന്താണ്? വികസനേതര ചെലവെന്ന് പറഞ്ഞാൽ. പൊതുചെലവിനെ രണ്ടായിട്ട് തിരിക്കാം. ഗവൺമെൻറ്റിൻ്റെ വികസന ചെലവും വികസനേതര ചെലവും. വികസനേതര ആവശ്യങ്ങൾക്ക് സർക്കാർ സ്പെൻഡ് ചെയ്യുന്ന ആ പണമാണ് എന്ത് പറഞ്ഞത്? പൊതുചെലവെന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് സർക്കാരിൻ്റെ ചെലവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വികസന ചെലവും ഉണ്ട്, വികസനേതര ചെലവും ഉണ്ട് അല്ലേ. ഇതിൽ ഈ പ്രതിരോധ ചെലവൊക്കെ ഇതൊക്കെ വികസനേതര ചെലവാണ്. പലിശ കൊടുക്കുന്നതുകൊണ്ട് ആർക്കും വികസനമൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ പ്രതിരോധ ചെലവ് ഇതൊക്കെ വികസനേതര ചെലവാണ്. പിന്നെ വിമാനത്താവള നിർമ്മാണം, അതുപോലെ ദേശീയപാതയൊക്കെ രാജ്യത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകളാണ്. അപ്പോൾ രണ്ട് രീതിയിൽ സർക്കാരിൻ്റെ ചെലവുകളെ തിരിക്കാം. വികസന ചെലവുകളും വികസനേതര ചെലവുകളും. എന്താണ് വികസന ചെലവുകൾ എന്ന് നോക്കാം. എന്താണ്? രാജ്യത്തിൻ്റെ വികസനം ഏതൊക്കെ രീതിയിൽ? സാമ്പത്തികവും സാമൂഹികവും ആയിട്ടുള്ള വികസനം, സാമ്പത്തിക സാമൂഹിക വികസനവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത്. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ വികസനം, അതാണ് സാമ്പത്തികപരമായിട്ടും സമയപരമായിട്ടും രാജ്യത്തിന് വികസനം നടക്കുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതാണ്, നേരിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വികസന ചെലവുകൾ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പത്ത് വ്യവസ്ഥയും ഉത്തേജിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന കൊടുക്കുന്നുണ്ട്. ഇവയെ ഉൽപ്പാദന ചെലവുകൾ എന്നും വിളിക്കുന്നു. ഇപ്പോൾ വികസന ചെലവുകളുടെ മറ്റൊരു പേരാണ് ഉൽപ്പാദന ചെലവുകൾ. എന്തുകൊണ്ടാണ് ഇവർ ഉൽപ്പാദന ചെലവുകൾ എന്ന് പറഞ്ഞത്? ഇത് രാജ്യത്തിൻ്റെ ഉൽപ്പാദനം, പ്രൊഡക്ഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും അതുപോലെ നമ്മുടെ യഥാർത്ഥ സമ്പത്ത് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? ഇപ്പോൾ ഒരു ദേശീയപാത ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു എയർപോർട്ട് വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പുതിയൊരു കാര്യം സംഭവിക്കുന്നു, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ അത് ഉത്തേജിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു സാമ്പത്തിക വളർച്ച അല്ലെ, സാമ്പത്തിക വളർച്ചയിലേക്ക് വഴിതെളിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ഉൽപ്പാദനത്തെയും സമ്പത്ത് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന കൊടുക്കുന്നതുകൊണ്ടാണ് ഉൽപ്പാദന ചെലവുകൾ എന്ന് വികസന ചെലവുകളെ വിളിക്കുന്നത്. വികസന ചെലവ് തന്നെയാണ് ഉൽപ്പാദന ചെലവ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ റോഡ്, പാലം, തുറമുഖം, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ നിർമ്മാണം, അതുപോലെ പുതിയ സംരംഭങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കെ ആരംഭിക്കുക വഴി സർക്കാർ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ എന്താണ്? സർക്കാരിൻ്റെ വികസന ചെലവുകളായിട്ട് കണക്കാക്കും. ഇനി വികസനേതര ചെലവെന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് ചെലവുകളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രൊഡക്ഷനോ ഒന്നും നടക്കുന്നില്ല, വികസനം നടക്കുന്നില്ല. പക്ഷേ രാജ്യത്തിൻ്റെ താല്പര്യം അതുപോലെ പൊതുസേവനങ്ങൾക്കും ഒക്കെ ആയിട്ട്, പൊതുവായ സേവനങ്ങൾക്കും രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കുമായിട്ട് സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനാണ് നമ്മുടെ ഈ പ്രതിരോധവും അതുപോലെ തന്നെ പലിശയൊക്കെ വരുന്നത്. വികസനേതര ചെലവുകളിലാണ് ഈ പ്രതിരോധം. അപ്പോൾ ഡിഫൻസിന് വേണ്ടിയിട്ട് നമ്മൾ ആയുധങ്ങൾ വാങ്ങുന്നു വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇൻകം ഒന്നും വരുന്നില്ല, ഉൽപ്പാദനം നടക്കുന്നില്ല. പക്ഷെ അത് നമ്മൾ ഒരു വികസനത്തിന് വേണ്ടിയിട്ടല്ല, രാജ്യത്തിൻ്റെ ഒരു താല്പര്യ സംരക്ഷണത്തിന് അല്ലെ സുരക്ഷയ്ക്കാണ്. അപ്പോൾ അത്തരം ചെലവുകളൊക്കെ എന്താണ്? അത് വികസനേതര ചെലവാണ്. പ്രതിരോധം, പലിശ, പെൻഷൻ കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുക, അവരുടെ ജോലി കഴിഞ്ഞ് സർവീസ് കഴിയുമ്പോഴും പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സർക്കാർ എംപ്ലോയീസിന്. അതൊക്കെ വികസനേതര ചെലവുകളാണ്. പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അടയ്ക്കുന്ന ഇതിനൊക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നതൊക്കെ വികസനേതര ചെലവുകളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് ചിലവുകൾ പറയാം. അത് വികസന ചിലവാണോ വികസനേതര ചിലവാണോ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയണേ. വിദ്യാലയ നിർമ്മാണം. ഏതാണ് വിദ്യാലയ നിർമ്മാണം? വിദ്യാലയം അത് ക്ഷേമമാണ്, വികസന ചിലവാണ് അല്ലേ. പ്രതിരോധം വികസനേതര ചിലവാണ്. യുദ്ധം, ക്ഷേമ പെൻഷൻ, ഇതൊക്കെ എന്താണ്? യുദ്ധം, ഒരു പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടല്ലോ, ക്ഷേമ പെൻഷൻ,
അതൊക്കെ വികസനേതര ചെലവാണ്. ഊർജ്ജോൽപാദനം ഏതാണ്? ഊർജ്ജോൽപാദനം അത് പ്രൊഡക്ഷൻ, ഉൽപാദനം അല്ലേ. അപ്പോൾ ഊർജ്ജോൽപാദനം എന്ന് പറയുമ്പോൾ എനർജി പ്രൊഡക്ഷനാണ്. അതെന്താണ്? അത് വികസന ചെലവാണ്. ഊർജ്ജോൽപാദനം എന്ന് പറഞ്ഞാൽ വികസന ചെലവാണ്. റോഡ് നിർമ്മാണം വികസന ചെലവാണ്. വിദ്യാലയ നിർമ്മാണം, ഊർജ്ജോൽപാദനം, വ്യവസായശാലകൾ നിർമ്മാണം ഒക്കെ വികസന ചെലവാണെങ്കിൽ പലിശ, മഹാമാരി, പ്രതിരോധം, യുദ്ധം, സബ്സിഡി, പെൻഷൻ, കടബാധ്യത, പൊതുഭരണം ഇതൊക്കെ വികസനേതര ചെലവുകളിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ പൊതു ചെലവുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി. ഗവൺമെൻറ്റിൻ്റെ ചെലവാണ്. വികസന ചെലവും വികസനേതര ചെലവും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി പൊതുവരവുകൾ, സർക്കാരിൻ്റെ വരവ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി പൊതുവായിട്ടല്ലേ ഗവൺമെൻറ്റിന് പല പല സോഴ്സസിൽ നിന്ന് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാരിന് എന്ത് കിട്ടും? സമാഹരിക്കുന്ന ധനമാണ്. സർക്കാരിന് വരുന്ന ഇൻകം ആണ് അല്ലേ. വരുമാനം എന്ന് പറഞ്ഞാൽ പല പല സ്രോതസ്സുകളിൽ നിന്ന് രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് സർക്കാരിൻ്റെ പൊതുവരുമാനം എന്ന് പറഞ്ഞത്. അപ്പോൾ സർക്കാർ ബജറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ടാണ് പൊതുവരുമാനം എന്ന് പറഞ്ഞത്, ഇൻകം. അത് ബജറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് പൊതുവരുമാനം. സർക്കാർ ഇപ്പോൾ ചിലവ് 2 മെത്തേഡ്സ് ഉണ്ട്. വികസനേതര ചിലവ് എന്ന് പറഞ്ഞ പോലെ വരുമാനവും 2 രീതിയിലാണ് സർക്കാർ കണ്ടെത്തുന്നത്. ഏതൊക്കെയാണ് ആ 2 രീതികൾ എന്നറിയാമോ? നികുതി വരുമാനവും നികുതിയേതര വരുമാനവും. ഒന്ന് നികുതി വരുമാനം, മറ്റൊന്ന് നികുതിയേതര വരുമാനം. ഇപ്പം നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നികുതി സർക്കാരിൻ്റെ വലിയൊരു ഇൻകം സ്രോതസ്സാണ്. നികുതി അല്ലാതെ കിട്ടുന്ന പണമൊക്കെ നികുതിയേതര വരുമാനത്തിലാണ് പോകുന്നത്. ഓക്കെ, അപ്പം നികുതി വരുമാനത്തിന് വീണ്ടും 2ആയിട്ട് തിരിക്കാം. ടാക്സ് ഇൻകം അല്ലെ ടാക്സ് റെസിപ്റ്റ്. ടാക്സിനെ നമുക്ക് വീണ്ടും 2ആയിട്ട് തിരിക്കാം. എന്താണ്? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് 2ആയിട്ട് തിരിക്കാം. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നികുതി ആരിലാണോ ചുമത്തിരിക്കുന്നത് ആ വ്യക്തി തന്നെ അത് ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. അപ്പോൾ എൻ്റെ ഇൻകം, എൻ്റെ വരുമാനത്തിൻ്റെ ബേസിൽ ഗവൺമെൻറ് എന്നോട് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞു, ഞാൻ ആ ടാക്സ് അടയ്ക്കുന്നു. എൻ്റെ അടുത്തേക്ക് ടാക്സ് വന്നു, ഞാൻ ടാക്സ് അടയ്ക്കുന്നു. അപ്പോൾ ആരിലാണോ ആ നികുതി ചുമത്തിയിരിക്കുന്നത് അയാൾ തന്നെ ആ നികുതി ഒടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നികുതിദായകൻ തന്നെയാണ് നികുതി ഭാരം എടുക്കുന്നത്. അവിടെ നികുതിദായകൻ, നികുതി കൊടുക്കേണ്ട ആളുടെ തലയിൽ തന്നെയാണ് നികുതിയുടെ ഭാരം. വേറെ ആരും ഇല്ല, ആരെയും ഏൽപ്പിക്കാനും പറ്റില്ല. എനിക്ക് വന്നത് ഞാൻ അടച്ചോളണം. ഓക്കെ, ഇനി പരോക്ഷ നികുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പം ഇതിന് നേരെ തിരിച്ചാണ്. ഒരാളുടെ മേലെ നികുതി ചുമത്തും. നികുതി ഭാരം, അതായത് നികുതിദായകൻ ഒരാളായിരിക്കും, പക്ഷേ അയാൾ ആ ഭാരം വേറെ ആൾ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഒരാളുടെ മേലെ ചുമത്തപ്പെടുന്ന നികുതി ഒന്നല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മറ്റൊരാൾ കൊടുക്കേണ്ടി വരുവാണ്. അയാൾ പോലും അറിയാണ്ട് വേറൊരാൾ കൊടുക്കേണ്ടി വരുവാണ്. അതാണ് പരോക്ഷ നികുതി എന്ന് പറഞ്ഞത്. നമ്മളെല്ലാവരും പരോക്ഷ നികുതി അടയ്ക്കുന്നുണ്ട്. നമ്മൾ കടയിൽ പോയിട്ടൊരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലേ, അതിൻ്റെ കൂടെ പ്ലസ് GST എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ അടുത്ത് നിന്ന് കുറച്ച് ടാക്സും കൂടെ വാങ്ങുന്നുണ്ട് അല്ലേ. അത് ഇങ്ങനെ കറങ്ങി നമ്മുടെ അടുത്ത് വരുന്നതാണ് നമ്മളത് വാങ്ങുന്ന സമയത്ത്. അപ്പോൾ നികുതി ചുമത്തപ്പെടുന്ന ആളിൽ നിന്നും പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മറ്റൊരാളുടെ മേലേക്ക് ആ നികുതി വരുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ മേലെ ചുമത്തപ്പെടുന്ന നികുതിയുടെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മറ്റൊരാളെ നൽകേണ്ടി വരുമ്പോൾ അതിനെ പറഞ്ഞാൽ എന്താണ്? പരോക്ഷ നികുതി എന്ന് പറയും. പരോക്ഷ നികുതിക്ക് എക്സാമ്പിളാണ് വിൽപ്പന നികുതിയും വിനോദ നികുതിയും ഒക്കെ. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സിലാണ് വരുന്നത് വികസന നികുതി, വിനോദ നികുതി, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. ഇതൊക്കെ എന്താണ്? പരോക്ഷ നികുതിയാണ്. അപ്പോൾ പ്രത്യക്ഷ നികുതിയോ? എൻ്റെ അടുത്തേക്ക് വരുന്നു, ഞാൻ തന്നെ അടയ്ക്കുന്നു എന്ന് പറഞ്ഞാണ് നമ്മുടെ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എങ്ങനെയാണ്? ആരുടെ അടുത്തേക്കാണോ വരുന്നത് അയാൾ തന്നെയാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് അല്ലേ. അപ്പോൾ വിൽപ്പന നികുതിയും വിനോദ നികുതിയും ഒക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ ഞാൻ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരാം. താഴെ തന്നിട്ടുള്ളവയിൽ പ്രത്യക്ഷ നികുതി ഏത്, പരോക്ഷ നികുതി എന്നൊക്കെ പറഞ്ഞ് റീസെൻ്റ്ലി പോലും ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നികുതിയുടെ പേര് പറയാം, നിങ്ങൾ പറഞ്ഞ പ്രത്യക്ഷ നികുതിയാണോ പരോക്ഷ നികുതിയാണോന്നേ. സ്വത്ത് നികുതി ഏതായിരിക്കും? സ്വത്ത് നികുതി എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായിരിക്കും പരോക്ഷമായിരിക്കും? സ്വത്ത് നികുതി, എൻ്റെ സ്വത്തിന് ഞാൻ അടയ്ക്കേണ്ട നികുതി ഏതായിരിക്കും? പ്രത്യക്ഷ നികുതി ആയിരിക്കും. ഓക്കെ, വസ്തു നികുതി ഏതായിരിക്കും? ഇത്ര ഏക്കർ ഭൂമിയുണ്ട്, എൻ്റെ വസ്തുവിന് ഞാൻ അടയ്ക്കേണ്ട നികുതിയാണ്, പ്രത്യക്ഷ നികുതിയാണ് വസ്തു നികുതി. കോർപ്പറേറ്റ് ടാക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കോർപ്പറേറ്റ് നികുതി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനങ്ങളുടെയൊക്കെ മേലെ വരുന്നത്, അതും പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, പരോക്ഷ നികുതിയിലാണ് ഈ പറഞ്ഞ എക്സൈസ് ടാക്സ്, നമ്മുടെ വിൽപ്പന നികുതിയൊക്കെ പരോക്ഷ നികുതിയാണ്. എക്സൈസ് ടാക്സ് പരോക്ഷ നികുതിയാണ്. ഇനി ഏതാ പരോക്ഷ നികുതി വരുന്നത്? സർവീസ് ടാക്സ്, സേവന നികുതി അല്ലേ. എക്സൈസ് ടാക്സ്, സർവീസ് ടാക്സ്, പിന്നെ നമ്മുടെ GST എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ അല്ലേ. GST പരോക്ഷ നികുതിയാണ്. പിന്നെ കസ്റ്റംസ് നികുതി, വിനോദ നികുതി, കസ്റ്റംസ് നികുതി, കസ്റ്റംസ് ടാക്സ്, അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. ഇതൊക്കെ എന്താണ്? പരോക്ഷ നികുതിയാണ്. മെയിൻലി പ്രത്യക്ഷ നികുതി പഠിച്ചു വയ്ക്കുന്നതായിരിക്കില്ല എളുപ്പം. അതായത് നമ്മുടെ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും
നമ്മുടെ സ്വത്തിൻ്റെ മേലെ വസ്തുവിൻ്റെ മേലെ നമുക്ക് വരുന്ന നികുതിയൊക്കെ പ്രത്യക്ഷ നികുതിയാണ്. ഈ പറഞ്ഞ ബാക്കിയെല്ലാം ജി എസ് ടിയിലോട്ട് ലയിച്ചു. പരോക്ഷ നികുതിയാണ് ഈ എക്സൈസ് ടാക്സും സർവീസ് ടാക്സും GST പിന്നെ കസ്റ്റംസ് ടാക്സും എൻ്റർടൈൻമെൻറ്റ് ടാക്സും ഒക്കെ എന്താണ് പരോക്ഷ നികുതിയാണ് മാറിപ്പോകേണ്ടത്. അപ്പോൾ പ്രത്യക്ഷ നികുതിയിൽ ഇത് രണ്ടുമാണ് ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്. അപ്പോൾ സ്വത്തിൻ്റെയിലും വസ്തുവിൻ്റെ മേലേക്കുള്ള നികുതി. ഇവിടെയാണ് GST, എക്സൈസ് ടാക്സ്, സർവീസ് ടാക്സ്, പിന്നെ കസ്റ്റംസ് ടാക്സ്, എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഒക്കെ പരോക്ഷ നികുതിയാണ്. ഓർത്ത് വെച്ചോണം. ഓക്കെ, റീസെൻ്റ്ലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ചോർക്കുക. ഇനി നികുതി ഏതര വരുമാനം. അപ്പോൾ നികുതിയിൽ കൂടെയുള്ള വരുമാനമാണ് സർക്കാരിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു. നികുതി വരുമാനം രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയാണെന്ന് പറഞ്ഞു. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നികുതി ആരുടെ മേലെയാണ് ചുമത്തുന്ന അയാൾ തന്നെ അടയ്ക്കുന്നതാണെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിൾസ് ആണ് ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സും സ്വത്ത് നികുതിയൊക്കെ പറഞ്ഞു. ഇനി പരോക്ഷ നികുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരിലോട്ടാണ് നികുതി വരുന്നത് അയാളിൽ നിന്ന് പൂർണ്ണമായിട്ടോ ഭാഗ്യമായിട്ടോ മറ്റൊരാളിലേക്ക് എത്തുന്നു, മറ്റുള്ളവർ അടയ്ക്കുന്നു, അതാണ് പരോക്ഷ നികുതി എന്ന് പറഞ്ഞു. എക്സാമ്പിളാണ് സർവീസ് ടാക്സ്, എക്സൈസ് ടാക്സ്, പിന്നെ GST, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, കസ്റ്റംസ് ടാക്സ് ഒക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് സർക്കാരിൻ്റെ നികുതി വരുമാനം. ഇനി നികുതി ഏതര വരുമാനം. നികുതി അല്ലാതെ സർക്കാരിന് വരുമാനം ഏതൊക്കെ മാർഗത്തിലൂടെ കിട്ടുന്നത്? ഏതൊക്കെയായിരിക്കും? സർക്കാരിന് പല രീതിയിൽ ഫീസ് അല്ലേ, സർക്കാരിലോട്ട് ഫീസ് അടയ്ക്കാറുണ്ട്, പല രീതിയിൽ ഫീസ് അടയ്ക്കാറുണ്ട്. അതുപോലെ ഗ്രാൻഡ്, സർക്കാരിന് ഗ്രാൻഡ് കിട്ടാറുണ്ട്. ഫീസ്, ഗ്രാൻഡ്, പിന്നെ എന്താണ് സർക്കാരിന് വരുമാനം വരുന്നത്? പിന്നെ ഫൈനൊക്കെ അടയ്ക്കൂലേ സർക്കാരിന്? പിഴയൊക്കെ അടയ്ക്കുന്നത് സർക്കാരിലേക്ക് അടയ്ക്കുന്നത് സർക്കാരിൻ്റെ ലാഭം, സർക്കാർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സർക്കാരിന് ലാഭം കിട്ടത്തില്ലേ, ആ ലാഭം. അതുപോലെ സർക്കാർ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പലിശ അടയ്ക്കില്ലേ, അതൊക്കെ സർക്കാരിൻ്റെ നികുതി ഏതര വരുമാനമാണ്. ഫീസ്, ഗ്രാൻറ്റ്, പിഴ, ലാഭം, പലിശ അല്ലേ, ഇത്രയൊക്കെയാണ് സർക്കാരിൻ്റെ നികുതി ഏതര വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നികുതി വരുമാനം, നികുതി ഏതര വരുമാനം മനസ്സിലായല്ലോ. ഗ്രാൻഡ്, ഫീസ്, അതുപോലെ പിഴ അടയ്ക്കണത്, പലിശ, ദെൻ ലാഭമൊക്കെ സർക്കാരിന് നികുതി ഏതര വരുമാനമാണ്. ഓക്കെ, ഈ ഭൂനികുതി അടയ്ക്കേണ്ടത് എവിടെയാണെന്നറിയോ? ഭൂനികുതി നമ്മളുടെ മേലെ ഒരു ഭൂനികുതി ചുമത്തപ്പെട്ട നമ്മുടെ ഭൂമിയുടെ നികുതി എവിടെ അടയ്ക്കണം? അത് വില്ലേജ് ഓഫീസിലാണ് അടയ്ക്കേണ്ടത്. ഓക്കെ, ഭൂനികുതി അടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ്. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ വഹിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും നൽകേണ്ട പണമാണ് ഡാഷ്. ഒന്നുകൂടെ കേട്ടോ, ക്ഷേമ പ്രവർത്തനം, വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി പൊതു താല്പര്യമുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള ചെലവുകൾ വഹിക്കാൻ വേണ്ടി ജനങ്ങൾ നിർബന്ധമായിട്ടും സർക്കാരിന് നൽകേണ്ടതാണ് എന്ത്? ടാക്സ്. ശ്രദ്ധിച്ചു ആ സ്റ്റേറ്റ്മെൻറ്റ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ. നിർബന്ധമായിട്ടും സർക്കാരിന് കൊടുക്കേണ്ടതാണ് എന്ത്? ടാക്സ്. നികുതി നൽകുന്ന വ്യക്തി നികുതിദായകൻ എന്ന് പറയുന്നു. ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്നത് 1962 ഏപ്രിൽ 1-നാണ്. 62 ഏപ്രിൽ 1-നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആദായ നികുതി വരുന്നത്. ഏപ്രിലാണല്ലോ ഒരു സാമ്പത്തിക വർഷം സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഏപ്രിൽ 1, 1962 ആദ്യമായിട്ട് ആദായ നികുതി വന്നിട്ടുള്ളത്, മറക്കരുത്. ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏത് രാജ്യമാണ്? ആദ്യമായിട്ട് ജനങ്ങളുടെ മേലെ ടാക്സ് ഏർപ്പെടുത്തിയത് ഈജിപ്താണ്. ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്താണ്. ക്ലിയർ ആയോ? അപ്പം ആദ്യമായിട്ട് ആദായ നികുതി വന്നത് 1962 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഇപ്പോൾ ഇന്ത്യയിലൊരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസം 1-ാം തീയതിയാണ്. ഓക്കെ, എപ്പോഴാണ് സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്? ഏപ്രിൽ 1-ന് തുടങ്ങിയിട്ട് ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് മാർച്ച് മാസം 31-ാം തീയതിയാണ്. ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു സാമ്പത്തിക വർഷം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റിനെയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറഞ്ഞത്. ഒരു രാജ്യത്തിൻ്റെ ഇയർലി ഉള്ള വാർഷിക സാമ്പത്തിക, ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തിലെ ഒരു രാജ്യത്തിൻ്റെ, അതാണ് ഇയർലി ഉള്ള, അതിനാണ് വാർഷിക എന്ന് പറഞ്ഞത്. വാർഷിക സാമ്പത്തിക ഓഡിറ്റിനെയാണ് എന്ത് പറയുക? കേന്ദ്ര ബജറ്റ്. ഒരു രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റിനാണ് എന്ത് പറയുക? കേന്ദ്ര ബജറ്റ് എന്ന് പറയാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇനി GST. ഇതാണ് GST, ഗുഡ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സും സർവീസസുമാണ്. ഗുഡ്സിനും സർവീസസിനും മേലെയുള്ള ടാക്സാണ് ഗുഡ്സ് എന്ന് പറയുന്നത് ചരക്കാണ്, സർവീസ് എന്ന് പറയുന്നത് സേവനമാണ് അല്ലേ. ചരക്ക് സേവന നികുതിയാണ് GST എന്ന് പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ഒറ്റ നികുതി സമ്പ്രദായമാണ് GST അല്ലേ. മുന്നേ പല പല നികുതി, എക്സൈസ് നികുതി വേറെ, കസ്റ്റംസ് നികുതി വേറെ, അങ്ങനെ വിനോദ നികുതി വേറെ എന്നൊക്കെ പറഞ്ഞു. അതിനെല്ലാത്തിനെയും കൂടെ എന്താക്കി? ഒരു ഒറ്റ നികുതി സമ്പ്രദായത്തിലൂടെ രാജ്യത്തിൽ വന്നതാണ് എന്ത്? GST എന്ന് പറഞ്ഞത്. എന്നാണ് GST നിലവിൽ വന്നത്? പലതവണ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അല്ലേ. ഫാൻസി നമ്പറായിട്ട് ഓർക്കാം, 1/7/17. 1 ജൂലൈ 2017 ജൂലൈ മാസം 1-ാം തീയതിയാണ് GST വന്നതെന്നും അത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണെന്നും പലതവണ ചോദിച്ചു. 101-ാം അമെൻമെൻ്റാണ് GSTയുടെ, 122-ാമത്തെ ബില്ലാണ്.
122ാമത്തെ ബില്ല് 101 ഭേദഗതിയാണ് GSTയുടേത്. ഓക്കെ, 101 ഭേദഗതിയുടെ ഇയർ 2016, അത് നിലവിൽ വന്നത് 2017 ജൂലൈ മാസം 1-ാം തീയതിയാണ്. ഓക്കെ, ഇനി ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിലും കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കണം. ഒരു വ്യാപാരി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു വിറ്റുവരവുണ്ട്, അതിനേക്കാളും കൂടുതലാണ് അവരുടെ വിറ്റുവരവെങ്കിൽ അവർ മസ്റ്റായിട്ടും എന്ത് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ ഉപഭോക്താവ് നൽകേണ്ട GST നിരക്കുകൾ ഇങ്ങനെയാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. 0%, 5%, 12%, 18%, 28%, ഇങ്ങനെ 5 GST സ്ലാബുകളാണ് ഉള്ളത്. ഇതാണ് ഇപ്പോൾ നിലവിലുള്ള GST സ്ലാബുകൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 0%, 5%, 12%, അതായത് ഒരു വിറ്റുവരവിൻ്റെ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ ടാക്സ് വേണ്ട, GST വേണ്ട 0%. നെക്സ്റ്റ് ലെവലിൽ 5% ടാക്സ്. പിന്നെ വരുമാനത്തിൻ്റെ ബേസിൽ 12%, അടുത്ത സ്ലാബ് 18, അടുത്ത 28. 0, 5, 12, 18, 28 എന്നാണ് 5 GST സ്ലാബുകളുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ തരത്തിലുള്ള നികുതികൾ, വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കണം. അപ്പോൾ വ്യാപാരികൾ എന്ത് ചെയ്യും, അവർ ഈ നികുതിയുടെ ഓഹരി എന്ത് ചെയ്യും, ജനങ്ങളിലേക്ക്, അവരുടെ സാധനം ആർക്കാണോ അവർ വിൽക്കുന്നത് അവരിലേക്ക് ആ ടാക്സിൻ്റെ ഭാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കുള്ള നികുതികൾ വ്യാപാരികൾ എന്ത് ചെയ്യും, വ്യാപാരികൾ സർക്കാരിലേക്ക് എന്നിട്ട് അടയ്ക്കും. കൺസ്യൂമേഴ്സിന് വാങ്ങുന്ന നികുതികൾ അവരെന്ത് ചെയ്യും, അവർ സർക്കാരിലേക്ക് അടയ്ക്കും ഈ ടാക്സ്. ഓക്കെ, അപ്പോൾ കാലാനുസൃതമായിട്ട് GST നിരക്കിൽ ഈ മാറ്റം വരുത്താവുന്നതാണ്. കറൻ്റ്ലി ഉള്ള നിരക്കാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വിവിധ GST നിരക്കുകളിൽ ലഭിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ 0%, ഈ 0% GST നിരക്കിൽ ഏതൊക്കെ സാധനങ്ങളാണ് കിട്ടുന്നതെന്ന് പറയട്ടെ. പാല്, മുട്ട, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ബ്രെഡ്. ഓക്കെ, അപ്പോൾ ഈറ്റബിൾസ് ആണ് മെയിൻലി അല്ലേ, നമുക്ക് വേണ്ട ഈറ്റബിൾസ് ആണ്, അത്യാവശ്യമുള്ളതാണ് പാല്, മുട്ട, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അതിൻ്റെ കൂടെ ബ്രെഡും വരുന്നുണ്ട്. പാല്, മുട്ട, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, ബ്രെഡൊക്കെ 0%-ന് കിട്ടും. ഇനി 5% ടാക്സ് സ്ലാബ് വരുന്ന ഏതൊക്കെ പ്രൊഡക്ട്സാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര, കോഫി, പാചക എണ്ണ, സുഗന്ധവ്യഞ്ജനങ്ങൾ. ഓക്കെ, നമ്മുടെ ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ടീ കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ കോഫി കുടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, പഞ്ചസാരയും കോഫി, ഷുഗറും, പിന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ചായയുടെ കൂടെ ഒരു സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ എണ്ണ വേണമല്ലോ, അപ്പോൾ ആ ഒരു ഓയിൽ, പിന്നെ ഒരു ചായയുടെ കൂടെ നമുക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാൻ നല്ലതല്ലേ, അങ്ങനെ കൊടുത്താൽ സ്പൈസസ്. ഓക്കെ, 5%-ൽ വരുന്നത് കോഫി, ഷുഗർ, പിന്നെ ടീ ഉണ്ട് കേട്ടോ, തേയിലയും ഉണ്ട്. കോഫി, ഷുഗർ, തേയില, പിന്നെ എണ്ണ, അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ കേട്ടോ. സ്പൈസസ് സുഗന്ധവ്യഞ്ജനങ്ങളാണ് കേട്ടോ, ഞാൻ സ്പൈസിൽ നിന്നൊന്ന് കണക്ട് ചെയ്തേ ഉള്ളൂ. സുഗന്ധവ്യഞ്ജനങ്ങളാണ്, മറന്നു പോകരുത്. ചായ, കാപ്പി, തേയില, കാപ്പി, പഞ്ചസാര, പാചക എണ്ണ, സുഗന്ധവ്യഞ്ജനങ്ങൾക്കൊക്കെയാണ് 5% വരുന്നത്. ഇനി 12% കുറച്ചും കൂടെ വില കൂടിയ ഐറ്റംസ് ആണ് വരുന്നത്. 12%-ൽ വരുന്നത് ബട്ടർ, ചീസ്, നെയ്യ്, മിൽക്ക് പ്രൊഡക്ട്സ് ആണ് വരുന്നത്. ബട്ടർ, അതുപോലെ തന്നെ ചീസ്, പിന്നെ ഗീ അല്ലെ, നെയ്യ്, ഇതൊക്കെയാണ് 12% സ്ലാബിൽ വരുന്നത്. 18% ആണ് അടുത്തത് വരുന്നത്. 12 കഴിഞ്ഞാൽ 18 ആണ്. 18% എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ്ലി ഐറ്റംസ് ആയിരിക്കും വരുന്നത്, ആണോ? ഇതിൽ വരുന്നത് ബിസ്ക്കറ്റ്സുകളൊക്കെയാണ്. ഓക്കെ, ബിസ്ക്കറ്റ്സിൻ്റെത് 18% ആണ്. ബിസ്ക്കറ്റ്, കേക്ക് അല്ലേ, നമ്മളെപ്പോഴും കുറച്ച് എന്താ പറയുക, ഇച്ചിരി ഒരു സ്റ്റാൻഡേർഡിന് ചായയുടെ കൂടെ അല്ലേ ബിസ്ക്കറ്റ്സും കേക്ക്സും ഒക്കെ കൊടുക്കത്തില്ലേ. അപ്പോൾ ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, അതുപോലെ പേസ്ട്രിക്കൊക്കെ ഇതാണ് 18% ആണ് വരുന്നത്. ഓക്കെ, ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, പേസ്ട്രി ഒക്കെയാണ് 18%-ൽ വരുന്നത്. ഇനി 28% ഏറ്റവും കൂടിയത് വരുന്നത്, കുറച്ചും കൂടെ കൂടിയ റേറ്റിൽ നമുക്ക് ചോക്ലേറ്റ്, ചോക്ലേറ്റ്, അതുപോലെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ടല്ലോ, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ 28% ആണ് ടാക്സ് വരുന്നത്. അപ്പോൾ ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കി. 0% എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പാല്, മുട്ട, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ബ്രെഡ്. പിന്നെ ഒരു 5%-ൽ വരുന്നത് അടുത്ത ലെവലിൽ ചായ, തേയില, കാപ്പി, പഞ്ചസാര, പാചക എണ്ണ, സുഗന്ധവ്യഞ്ജനങ്ങൾ. പിന്നെ 12%-ൽ വരുന്നതോ, 12% എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മിൽക്ക് പ്രൊഡക്ട്സ് വരുന്നത് അല്ലേ, ബട്ടർ, ഗീ, ചീസാണ്. ഇനി 18% വരുമ്പോഴാണ് ബിസ്ക്കറ്റ്, കേക്ക്, പേസ്ട്രി ഒക്കെ വരുന്നത്. 28%-ലാണ് നമ്മുടെ ചോക്ലേറ്റും ബ്യൂട്ടി പ്രൊഡക്ട്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ വരുന്നത്. ഓക്കെ, ഇനി ഇതിങ്ങനെ നമ്മൾ ഇന്ന പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാലും ഇതിന് സേവനങ്ങളും ഉണ്ടല്ലോ, സർവീസസും ഇതുപോലെ ടാക്സ് സ്ലാബിൽ പറയും. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു സ്ലാബിൽ വരുന്ന ഗുഡ്സിനെ പറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞേ. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ സർവീസസിനും
സേവനങ്ങൾക്കും ടാക്സ് ഉണ്ട്. അപ്പോൾ 0% ടാക്സ് ഏതൊക്കെ സർവീസസിനാണെന്നറിയാമോ? ഏറ്റവും അത്യാവശ്യപ്പെട്ട എഡ്യൂക്കേഷൻ, ആരോഗ്യം, പൊതുഗതാഗതം. ഓക്കെ, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, പൊതുഗതാഗതം. ഈ HT അല്ലേ, അല്ലെങ്കിൽ HET അല്ലെങ്കിൽ TH എങ്ങനെ ഓർത്ത് വയ്ക്കുക. വിദ്യാഭ്യാസം അങ്ങനെ ഓർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഏറ്റവും അത്യാവശ്യ കാര്യമാണ് വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യം, പൊതുഗതാഗതം. അതിനൊക്കെ 0% ആണ് വരുന്നത്. ഇനി 5% എന്ന് പറയുമ്പോൾ ഈ ഗതാഗതത്തിൻ്റെ നെക്സ്റ്റ് ലെവൽ, അതായത് റെയിൽവേയും ആകാശയാത്രയും. റെയിൽവേ, അതുപോലെ തന്നെ എയർ അല്ലേ, എയർ ട്രാൻസ്പോർട്ടേഷൻ, ആകാശയാത്രയും, പിന്നെ റെസ്റ്റോറൻറ്റും എന്തിൽ വരുന്നതാണ്? 5%ലാണ് വരുന്നത്. റെയിൽവേയും ആകാശയാത്രയും റെസ്റ്റോറൻറ്റും. ഇനി 12% വരുന്നത് നോൺ AC ഹോട്ടൽസും അതുപോലെ തന്നെ ബിസിനസ് ക്ലാസ് ആകാശയാത്ര ഫ്ലൈറ്റ്. ഇതൊക്കെ എന്തിൽ വരുന്നത്? 12% വരുന്നതാണ്. ഇനി 18% വരുന്നതാണ് AC ഹോട്ടലും IT-യും ടെലികോമും. 18 വരുന്നതാണ് AC ഹോട്ടൽ, അതുപോലെ തന്നെ IT സർവീസസും ടെലികോമും. എല്ലാം സർവീസസ് ആണല്ലേ, ഹോട്ടൽ സർവീസ്, എഡ്യൂക്കേഷൻ സർവീസ്. അപ്പം AC ഹോട്ടൽസും IT സർവീസസും ടെലികോമും എന്തിൽ വരുന്നതാണ്? 18% വരും. ഇനി 28% വരുന്നതാണ് നമ്മുടെ 5 സ്റ്റാർ ഹോട്ടൽ, 5 നക്ഷത്ര ഹോട്ടലുകളും സിനിമയൊക്കെ വരുന്നത്. ഓക്കെ, 5 സ്റ്റാർ ഹോട്ടൽസും അതുപോലെ തന്നെ സിനിമയും വരുന്നത് 28% ആണ്. അപ്പോൾ സർവീസസ്, എഡ്യൂക്കേഷൻ, അതുപോലെ പൊതുഗതാഗതം, ആരോഗ്യം വരുന്നത് 0%ലാണ്. പിന്നെ റെയിൽവേയും വ്യോമഗതാഗതവും അതിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റും വരുന്നത്. റെയിൽവേയും ആകാശയാത്ര റെസ്റ്റോറൻറ്റുമാണ് 5% വരുന്നത്. 12% ആകുമ്പോഴേക്കും അടുത്ത ലെവലിലോട്ട് പോയിട്ട് നോൺ AC ഹോട്ടലും ബിസിനസ് ക്ലാസ് നമ്മുടെ ആകാശയാത്രയും വരും. അപ്പോൾ അടുത്ത 18% ആകുമ്പോൾ നോൺ AC മാറ്റിയിട്ട് AC ഹോട്ടൽസ്, അതുപോലെ തന്നെ IT സർവീസസും ടെലികോം സെക്ടറും വരുന്നുണ്ട്. അതിനകത്ത് ടെലികോം സർവീസസും 28%ലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഏതൊക്കെ സർവീസസിനാണ്? 5 നക്ഷത്ര ഹോട്ടലുകളും സിനിമ തുടങ്ങിയതൊക്കെയാണ് 28% വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഒന്നുകൂടെ പറയാം. 0 വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം, ട്രാൻസ്പോർട്ട്, പൊതുഗതാഗതം, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുഗതാഗതം. 5% എന്താ വരുന്നത്? റെയിൽവേയും വ്യോമഗതാഗതവും അതിൻ്റെ കൂടെ റെസ്റ്റോറൻറ്റും. അത് നോൺ AC ഹോട്ടൽസും പിന്നെ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റും ആണെങ്കിൽ 12%. AC ഹോട്ടൽസും IT-യും ടെലികോമും 18%. 28ലാണ് നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലുകളും സിനിമയും വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ബജറ്റിലേക്ക് കടക്കാം. ബജറ്റ് എന്താണ്? ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളുടെയും ചെലവുകളുടെയും, അല്ലെങ്കിൽ വരവുകളും ചെലവുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖ. നമ്മൾ ആദ്യം കുടുംബ ബജറ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു സാമ്പത്തിക വർഷത്തിൽ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും ചേർന്ന, വരവും ചെലവും ഒക്കെ ചേർന്ന ഒരു ധനരേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. വരവും ചെലവും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ധനരേഖയെയാണ് ബജറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, വരവ് ചെലവുകളുടെ അടിസ്ഥാനത്തിൽ ബജറ്റിനെ 3ആയിട്ട് തിരിക്കാം. മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. 1 മിച്ച ബജറ്റ്, 2 സന്തുലിത ബജറ്റ്, 3ാമത്തത് കമ്മി ബജറ്റ്. എന്താണ് മിച്ചം? മിച്ച ബജറ്റിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ സർപ്ലസ് ബജറ്റാണ്. മിച്ചമുണ്ട്, അവിടെ സർപ്ലസ് ഉണ്ട് പറയില്ലേ, സർപ്ലസ് ഉണ്ട് എന്ന് പറയില്ലേ സാധനങ്ങൾ. മിച്ച ബജറ്റ്. സന്തുലിത എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ബജറ്റാണ്. ബാലൻസ്ഡ് ആണ്, വരവും ചിലവും ഒക്കെ ബാലൻസ്ഡ് ആണെന്ന് പറയും. കമ്മി ബജറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിസിറ്റ് ആണ്, അവിടെ കമ്മിയാണ്, കുറവാണ്, ഡെഫിസിറ്റ് ബജറ്റാണ് കമ്മി ബജറ്റ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് ചിലവും ഏതായിരിക്കും കൂടുതൽ? മിച്ചം വെക്കണമെന്നുണ്ടെങ്കിൽ വരവ് കൂടുതലും ചിലവ് കുറവുമായിരിക്കണം അല്ലേ. അപ്പോൾ വരവ് കൂടുതൽ ചിലവ് കുറവാണെങ്കിൽ, വരവ് ചിലവിനേക്കാളും കൂടുതലാണെങ്കിൽ മിച്ച ബജറ്റ് ആയിരിക്കും. നേരെ തിരിച്ചായിരിക്കും കമ്മി എന്ന് പറഞ്ഞാൽ വരവിനേക്കാളും കൂടുതൽ ചിലവാക്കും, എന്നിട്ട് കടം കയറി നടക്കും അല്ലേ. വരവിനേക്കാളും കൂടുതൽ ചിലവാക്കുന്നതാണ് കമ്മി ബജറ്റ്. ബാലൻസ്ഡ് ആകുമ്പോഴേക്കും വരവും ചിലവും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ വരവും ചിലവും തുല്യമായ ബജറ്റ് ഏത്? സന്തുലിത ബജറ്റ്. വരവ് കുറവും ചിലവ് കൂടിയ ബജറ്റ് ഏതാണ്? ചിലവ് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമ്മിയായിരിക്കും, കമ്മി ബജറ്റ് അല്ലേ. ഇനി ബജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 112 112 112 ബജറ്റാണ് കേട്ടോ. ബജറ്റിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 112. ഈ ബജറ്റ് എന്ന് പറഞ്ഞ വാക്ക് ഉത്ഭവിച്ചത് ബോഗറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. ബോഗറ്റ് എന്ന് വിളിക്കുന്ന ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റിൻ്റെ ഉത്ഭവം. ഓക്കെ, ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ബജറ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ചെറിയ ബാഗ്,
സഞ്ചി എന്നൊക്കെയാണ് ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം. അതിൽ നിന്നാണ് ബജറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ ഈ ധനകാര്യരേഖകളെല്ലാം അടങ്ങുന്ന ഒരു സഞ്ചി, ഈ ഒരു അർത്ഥത്തിലാണ് ബജറ്റ് എന്ന് പറഞ്ഞ ഒരു പദം രൂപം കൊണ്ടിട്ടുള്ളത്. 11-ാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യത്തെ അവതരണം നടന്നത്. ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് 11-ാം നൂറ്റാണ്ടിലാണ്. 112 ആർട്ടിക്കിൾ, അതും 11 അല്ലേ. 11-ാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ ബജറ്റ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാന്നറിയോ? R.K. ഷൺമുഖം ചെട്ടി. ധനകാര്യമന്ത്രിയായിരുന്ന R.K. ഷൺമുഖം ചെട്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത്. R.K. ഷൺമുഖം ചെട്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട്, അതെ, ധനകാര്യമന്ത്രിയായിരുന്ന R.K. ഷൺമുഖം ചെട്ടിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാരാന്ന് ചോദിച്ചാൽ P.C. മഹലനോബിസാണ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് P.C. മഹലനോബിസാണ്. ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് P.C. മഹലനോബിസാണ്. ഇനി പൊതുകടം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ബജറ്റ് എന്ന് പറഞ്ഞാൽ പൊതുചെലവിൻ്റെയും അതുപോലെ തന്നെ വരവിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ധനരേഖയാണ്. 3 തരത്തിലുള്ള ബജറ്റ് മനസ്സിലാക്കി. മിച്ച ബജറ്റും, കമ്മി ബജറ്റും, സന്തുലിത ബജറ്റും. ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിച്ച R.K. ഷൺമുഖം ചെട്ടിയാണ്. ബജറ്റിൻ്റെ പിതാവ് P.C. മഹലനോബിസാണ്. ഇനി എന്താണ് പൊതുകടം? പബ്ലിക് ഡെപ്റ്റ് അഥവാ പൊതുകടം എന്താണെന്ന് പറയാം. വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ഭരണപരമായിട്ടുള്ള വിവിധ ആവശ്യങ്ങൾക്കായിട്ടും നമുക്ക് നിറവേറ്റേണ്ട പല കാര്യങ്ങൾക്കായിട്ട് വരുമാനം തികയാതെ വന്നു എന്ന് വെച്ചു. നമുക്ക് വികസന പ്രവർത്തനമൊക്കെ നടത്തണം, സർക്കാർ ഒരുപാട് ആവശ്യമുണ്ട്. പക്ഷേ ഈ ടാക്സ് ആയിട്ടും അല്ലാതെയൊക്കെ വാങ്ങുന്ന പൈസ എല്ലാം കൂട്ടി വെച്ചിട്ടും തികയില്ല. അപ്പം നമുക്ക് തികയാതെ വന്നാൽ നമ്മൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും? പൈസ തികയാതെ വന്നാൽ കടം വാങ്ങും. അങ്ങനെ തികയാതെ വരുമ്പോൾ സർക്കാർ വായ്പകൾ വാങ്ങും. അങ്ങനെ വാങ്ങുന്ന വായ്പകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പൊതുകടം അഥവാ പബ്ലിക് ഡെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ പൊതുകടത്തെ 2ആയിട്ട് തിരിക്കാം. ഒന്ന് ആഭ്യന്തര കടവും, രണ്ടാമത്തത് വിദേശ കടവും. പേരിൽ തന്നെ ഉണ്ടല്ലേ. ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിനകത്തുനിന്ന് കടമെടുക്കുന്നു, അതാണ് ആഭ്യന്തര കടം. വിദേശ കടം എന്ന് പറഞ്ഞാലോ? വിദേശത്തു നിന്നും കടമെടുക്കുന്നതാണ് വിദേശ കടം എന്ന് പറഞ്ഞാൽ. രാജ്യത്തിൻ്റെ അകത്തു നിന്നുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പ ആഭ്യന്തര കടമാണ്. വിദേശ ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ ഇൻ്റർനാഷണൽ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും, വേൾഡ് ബാങ്കിൽ നിന്നൊക്കെ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന കടമാണ് വിദേശ കടം എന്ന് പറഞ്ഞത്. അപ്പോൾ വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായ ഉപയോഗം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കാനും ഒക്കെ കഴിയും. ഇപ്പോൾ വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായ ഉപയോഗം കൊണ്ടിട്ട്. ഇപ്പോൾ വായ്പകൾ വാങ്ങിച്ചത് അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം. വായ്പ കടം വാങ്ങിച്ചിട്ട് ആ വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായ ഉപയോഗം, ഓക്കെ, വളരെ ഉപകാരപ്രദമായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ വായ്പ ഉപയോഗിക്കുകയാണ്. വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായ ഉപയോഗം ഈ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാനും അതുവഴി നമ്മുടെ വരുമാനം വർദ്ധിക്കാനും ഈ പൊതുകടം കുറയ്ക്കാനും ഒക്കെ സാധിക്കും. കടം എടുത്താലും കുഴപ്പമില്ല, പക്ഷേ എന്ത് ചെയ്യണം? ആ കിട്ടിയ പൈസയെ ഉൽപ്പാദനക്ഷമമായ രീതിയിൽ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലോകബാങ്കിൽ നിന്നൊക്കെ കടം എടുക്കാറുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ലോകബാങ്ക് എന്ന നിലവിൽ വന്നെന്നറിയോ? 1945 ഡിസംബർ 27 വേൾഡ് ബാങ്ക് നിലവിൽ വരുന്നത്. 1945 ഡിസംബർ മാസം 27 വേൾഡ് ബാങ്ക് നിലവിൽ വന്നത്. വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഡബ്ല്യൂയിൽ തന്നെ, വേൾഡ് ബാങ്കിൻ്റെ ലെറ്റർ തന്നെ തുടങ്ങുന്നത്. വാഷിങ്ടൺ DC ആണ് വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം. വാഷിങ്ടൺ DC ആണ് വേൾഡ് ബാങ്കിൻ്റെ ആസ്ഥാനം. തേർഡ് വിൻഡോ എന്ന പദം ലോകബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കാം. തേർഡ് വിൻഡോ എന്ന പദം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ തേർഡ് വിൻഡോ മൂന്നാമത്തെ ജനൽ അല്ലേ, മൂന്നാമത്തെ ജാലകം എന്നൊക്കെ പറഞ്ഞ ഈ ഒരു പദം എന്തുമായിട്ട് ബന്ധപ്പെട്ട? വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ മറ്റൊരു അന്താരാഷ്ട്ര സ്ഥാപനമാണ് പണമൊക്കെ കടമെടുക്കുന്ന IMF. എന്താണ് IMFൻ്റെ ഫുൾ ഫോം? ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അന്താരാഷ്ട്ര നാണയ നിധി എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അന്താരാഷ്ട്ര നാണയ നിധിയാണ് IMF എന്ന് പറഞ്ഞത്. അന്താരാഷ്ട്ര നാണയ നിധിയാണ് IMF എന്ന് പറഞ്ഞത്. IMF നിലവിൽ വന്നതും സെയിം വേൾഡ് ബാങ്കിൻ്റെ അതേ ഡേറ്റിനാണ്, 45 ഡിസംബർ മാസം 27 ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന 2 അന്താരാഷ്ട്ര സംഘടനകളാണ് ഈ വേൾഡ് ബാങ്കും IMFും. എന്തിരട്ടകളാണ്? ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ. അപ്പോൾ ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന 2 അന്താരാഷ്ട്ര സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1945 ഡിസംബർ മാസം 27 നിലവിൽ വന്ന വേൾഡ് ബാങ്കും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ അന്താരാഷ്ട്ര നാണയ നികുതി എന്നറിയപ്പെടുന്ന IMFും ആണ്. വേൾഡ് ബാങ്കും IMFും ആണ് ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ് ബജറ്റ്, എന്താണ് പൊതുചെലവ്, എന്താണ് സർക്കാരിൻ്റെ വരവ് മാർഗ്ഗങ്ങൾ, ചെലവ് മാർഗ്ഗങ്ങൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചെലവ് ഏതൊക്കെയാണ് അല്ലേ, വികസനേതര ചെലവുകൾ, വിവിധ തരത്തിലുള്ള വരുമാനം, നികുതി വരുമാനം, നികുതി ഏതര വരുമാനം, നികുതി തന്നെ പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി, പിന്നെ GST, പിന്നെ ഇപ്പോൾ നമ്മൾ സർക്കാർ കടം എടുക്കുന്നത്, അപ്പോൾ ആ ഒരു പൊതുകടം, ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കി. ബജറ്റ് ഏതൊക്കെ തരത്തിലാണെന്ന് മനസ്സിലാക്കി. ഇനി ലാസ്റ്റത്തെ ഒരു ടോപ്പിക്കാണ് ഫിസ്ക്കൽ പോളിസി.
എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയപ്പെടുന്നത്? ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ ധനനയമാണ് അല്ലേ, ധനനയം. പ്രത്യേകം അതിൻ്റെ മലയാളം കൂടെ അറിയണം. ധനനയം എന്നാണ് ഫിസ്ക്കൽ പോളിസിയുടെ മലയാളം. ധനനയം. എന്താണ് ധനനയം എന്ന് പറഞ്ഞാൽ ഈ പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണ്. ഇത് സർക്കാരിൻ്റെ ഒരു നയമാണ്. എന്തിനെ സംബന്ധിച്ച്? പൊതുവരുമാനം എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു, പൊതുചെലവ് മനസ്സിലാക്കുന്നു, നമ്മൾ കടം എടുക്കുന്നുണ്ട്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള സർക്കാരിൻ്റെ നയമാണ് ഫിസ്ക്കൽ പോളിസി അഥവാ ധനനയം. ധനകാര്യ വകുപ്പാണ് ഇത് തയ്യാറാക്കുന്നത്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. അപ്പോൾ ഫിസ്ക്കൽ പോളിസി തയ്യാറാക്കുന്നത് ആരാണ്? ധനകാര്യ വകുപ്പാണ് ഫിസ്ക്കൽ പോളിസി തയ്യാറാക്കുന്നത്. ഈ ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുന്ന എന്തിലൂടെയാണ്? ബജറ്റിലൂടെയാണ് ഫിസ്ക്കൽ പോളിസി നടപ്പിലാക്കുന്നത്. ഓക്കെ. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ധനനയം. ഈ ഒരു പോളിസി നോക്കിയിട്ട് നിലവിലെ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനും ഗവൺമെൻറ്റിന് ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്ന ഒരു നയം കൂടിയാണ് എന്ത്? ധനനയം. ഓക്കെ. എന്തൊക്കെയാണ് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ? കൃത്യമായിട്ട് അറിയണം. ഒന്ന്, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. ധനനയത്തിൻ്റെ ഫിസ്ക്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങളാണ്: ഒന്ന്, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക. രണ്ട്, അധിക ചെലവ് നിയന്ത്രിക്കുക. അധിക ചെലവുകൾ നിയന്ത്രിക്കുക. ഓക്കെ. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അധിക ചെലവ് നിയന്ത്രിക്കുക. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അതുപോലെ അധിക ചെലവ് നിയന്ത്രിക്കുക. മൂന്നാമത്തത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. മൂന്നാമത്തത് തൊഴിലവസരങ്ങൾ. തൊഴിലവസരങ്ങൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഓക്കെ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ഇതിൻ്റെ ധനനയത്തിൻ്റെ മൂന്നാമത്തെ ഒരു പർപ്പസാണ്, ഒരു ലക്ഷ്യമാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അടുത്തത് വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ആ വരുമാന വിതരണത്തിലെ അസമത്വം അത് ഇല്ലാതാക്കുക എന്നതാണ് നാലാമത്തെ പർപ്പസ്. വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. അപ്പം പ്രത്യേകം പഠിച്ചു വെച്ചോളണം ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ഒന്ന്, ഉറപ്പായിട്ടും സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തണം. എന്നിട്ട് അധിക ചെലവിനെ ഒന്ന് നിയന്ത്രിക്കണം. കുറച്ചും കൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. വരുമാനത്തിലുള്ള അസമത്വത്തെ ഇല്ലാതാക്കണം. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, അധിക ചെലവിനെ നിയന്ത്രിക്കുക, പിന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, പിന്നെയോ വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനം, രാജ്യം എന്നിവയൊക്കെ ബജറ്റ് തയ്യാറാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ പ്രവർത്തിക്കുന്ന വഴി ഈ വികസന ക്ഷേമകാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാനും സുസ്ഥിര വികസനം കൈവരിക്കാനും സഹായിക്കുന്നു. അപ്പോൾ സംസ്ഥാനങ്ങളായിക്കോട്ടെ, രാജ്യങ്ങളായിക്കോട്ടെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അവർ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ബജറ്റ് തയ്യാറാക്കിയിട്ടാണ്. അപ്പോൾ അതുവഴി അവർക്ക് കുറച്ചും കൂടെ വികസന ക്ഷേമകാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാനും ഒരു സുസ്ഥിര വികസനത്തിനും അത് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഇനി നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലെ ഇറക്കുന്ന ഒരു നികുതിനെ പറഞ്ഞ പേരാണ് ഒക്ട്രോയ്. ഒക്ട്രോയ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒക്ട്രോയ്, OCTROY, ഒക്ട്രോയ്. എന്താണ് ഒക്ട്രോയ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഒക്ട്രോയ് ഇതൊരു ടാക്സ് ആണ്. എവിടുത്തെ ടാക്സ് ആണ് ഒക്ട്രോയ്? ഒക്ട്രോയ് സിറ്റി ടാക്സ് ആണ് ഒക്ട്രോയ്. ഓക്കെ. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന, നഗരങ്ങളിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളിൽ, ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ, സിറ്റിയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക്, നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലെ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയാണ് ഒക്ട്രോയ് എന്ന് പറഞ്ഞത്. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നികുതി ചുമത്താറുണ്ട് അല്ലേ? നമ്മൾക്കൊക്കെ പഞ്ചായത്തിൽ നിന്ന്, മുനിസിപ്പാലിറ്റീസ് നിന്ന്, കോർപ്പറേഷനിൽ നിന്നൊക്കെ നികുതി വരാറുണ്ട്. ഏതൊക്കെ നികുതിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതി എന്ന് അറിഞ്ഞു വെക്കണം. കെട്ടിട നികുതി, ബിൽഡിംഗ് ടാക്സ്, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതിയാണ് കെട്ടിട നികുതി. അതുപോലെ വിനോദ നികുതി അവർ ചുമത്താറുണ്ട്. പരസ്യ നികുതി, പരസ്യത്തിനൊക്കെ ഉള്ള അല്ലെ, വിനോദ നികുതി, പരസ്യ നികുതിയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതാണ്. തൊഴിൽ നികുതി. ഓക്കെ. അപ്പോൾ ഈ 4 നികുതി ആര് ചുമത്തുന്നതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതികളിൽ പെടാത്തതെന്നൊക്കെ ചോദിച്ച് ഓർത്തോണം. കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി. കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി. ഓക്കെ. ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തുന്ന നികുതികളാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് GST ആണ്. സ്റ്റേറ്റ് GST. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ GST ആണ് സെൻട്രൽ GST, CGST. സംസ്ഥാനങ്ങൾക്കും അതുപോലെ GST കൊണ്ടാണ്, അതാണ് GST ഉണ്ട്, അതാണ് SGST, സ്റ്റേറ്റ് GST. ഈ സ്റ്റേറ്റ് GST ആണ് നമ്മുടെ സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ടൊരു വരുമാന മാർഗ്ഗം. ഈ GST പറഞ്ഞതിനേക്കാൾ മുന്നേ സംസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അറിയാമോ? വിൽപ്പന നികുതിയായിരുന്നു. വിൽപ്പന നികുതിയായിരുന്നു GST പറഞ്ഞേക്കാളും മുന്നേ. ഇപ്പോൾ
സ്റ്റേറ്റ് GST ആണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ GST സ്ലാബ്സ് പറഞ്ഞിട്ടുണ്ട്, ആ സ്ലാബിൽ വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എന്താണ് പൊതുകടം, എന്താണ് സർക്കാരിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ, സർക്കാരിൻ്റെ ചിലവുകൾ ഏതൊക്കെ, 2 ടൈപ്പ് ഓഫ് ചിലവുകൾ, 2 രീതിയിലുള്ള വരുമാന മാർഗ്ഗം, അതിൽ നികുതി വരുമാനത്തിൽ 2 എണ്ണം തമ്മിലുള്ള വ്യത്യാസം, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ബജറ്റ്, 3 തരത്തിലുള്ള ബജറ്റ് ഏതൊക്കെയാണ്, ആ ടേം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ നികുതികളാണ് GST അല്ലാത്തതുമായിട്ടുള്ള നികുതികൾ, അപ്പോൾ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഏതൊക്കെയാണ്, പിന്നെ ഈ പറഞ്ഞ മാതിരി സർക്കാരിൻ്റെ ഫിസ്ക്കൽ പോളിസി, അതുപോലെ IMF, വേൾഡ് ബാങ്ക് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്, ഇത് ഓരോന്നും ചോദ്യമായിട്ട് വന്നേക്കാം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഒന്നോടെ ഒന്ന്, ഇപ്പോൾ നിങ്ങൾ ഒരു തവണ നന്നായി പഠിച്ചെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കേൾക്കണമെങ്കിൽ ഒന്ന് സ്പീഡൊക്കെ കൂട്ടിയിട്ട് ഓടിച്ചൊരു തവണ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റാകും. ഇല്ലെങ്കിൽ ഒരു തവണ നിങ്ങളൊന്ന് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് തന്നെ നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് ഇതുപോലെ എടുത്ത് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻസിൽ അറിയിക്കുക. ഓക്കെ, കമൻസ് തരുന്ന ഓരോരുത്തരുമാണ് എൻ്റെ ഇൻസ്പിറേഷൻ ക്ലാസ് എടുക്കാനായിട്ട്. മാക്സിമം നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, മാക്സിമം ഇത് ഷെയർ ചെയ്യുക. ഓക്കെ, PSC എക്സാം ഗൈഡ് നമ്മൾ പുതിയ ഓൺലൈൻ കോഴ്സ് എടുക്കുന്നുണ്ട്. ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ A to Z നമ്മൾ ക്ലാസ്സിലിരുന്ന് തന്നെ പഠിച്ചു പോകുന്ന രീതിയിൽ നമ്മളൊരു ഓൺലൈൻ കോഴ്സ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും അതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം, നമ്പർ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.